ഹായ് ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ ഡ്രസ്സ് ചെയ്തു. എൻ്റെ മുടി ഒരിത്തിരി ഷോക്കാണ് ഗൈസ്, അതുപോട്ടെ. അപ്പോൾ രാവിലെ ഡ്രസ്സ് ചെയ്ത് കുറച്ച് ലൈറ്റ് മേക്കപ്പ് ഒക്കെ ഇട്ട് ഇന്നെങ്ങോട്ടാണെന്നല്ലേ അപ്പൂസൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് അപ്പൂസിൻ്റെ കോൺവെക്കേഷൻ സെറിമണിയാണ്, അല്ലെങ്കിൽ KG ഗ്രാജുവേഷൻ സെറിമണി എന്നൊക്കെ പറയില്ലേ, അതാണിന്ന്. അപ്പോൾ അപ്പൂസിൻ്റെ ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞിട്ട് പൂട്ടി, എക്സാമൊക്കെ കഴിഞ്ഞു, ക്ലാസ്സൊക്കെ പൂട്ടി ഒരു 2-3-4 ദിവസമായി. ഇപ്പോൾ ഇന്നലെ അതായത് 27-ാം തീയതി മൂത്തവൻ്റെ എക്സാം കഴിഞ്ഞു. അപ്പോൾ 28-ാം തീയതിയാണ് നമ്മുടെ ഈ പ്രോഗ്രാം വെച്ചിരിക്കുന്നത് സ്കൂളിൽ. അപ്പോൾ ഞാൻ ചുമ്മാ സാരിയൊക്കെ കൊടുത്ത് പോവാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് ആപ്പൂസിനെ കൊണ്ടിട്ട് നമുക്ക് പോവാം കേട്ടോ. പറയില്ല, അപ്പൂസിന് നാണമാണ് ഗൈസ്, ഭയങ്കര നാണം. നമ്മളിപ്പോൾ ഒരു 9:15 ആയപ്പോഴത്തേക്ക് സ്കൂളിലെത്തി. അത്യാവശ്യം കുറച്ച് പാരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 9:30-ക്കാണ് പ്രോഗ്രാം തുടങ്ങാമെന്ന് പറഞ്ഞ്, പക്ഷേ കുറച്ച് വൈകിയാണ് തുടങ്ങിയത്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നു. അവസാനം പ്രോഗ്രാം തുടങ്ങാനുള്ള സമയമായി. അപ്പോൾ ചീഫ് ഗസ്റ്റായിട്ട് വന്നത് നമ്മുടെ മുട്ടത്ത് പള്ളിയിലെ വികാരിയച്ഛനായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പളും വികാരിയച്ഛനും ടീച്ചേഴ്സും കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇതുപോലെ ഡ്രസ്സ് ചെയ്ത്, അവർ നേരത്തെ ടീച്ചേഴ്സ് എല്ലാവരും ഡ്രസ്സ് ചെയ്ത് കുട്ടികളെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പാരൻസിനെ മാത്രമായിരുന്നു സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ അപ്പൂസൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അപ്പൂസിൻ്റെ UKGയിലെ ക്ലാസ് ടീച്ചർ സ്മിത മിസ്. സ്മിത മിസ്സിൻ്റെ ക്ലാസ്സിലെ കുട്ടികളെയാണ് മിസ് അറേഞ്ച് ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൂസ് കുറച്ച് കഴിഞ്ഞ് വരും. We celebrate not only their achievements but also the effect of teachers and support of parents who have guided them in every step. We are honored by the presence of Vicar Father of Mundam Foreign Church Chandra, Father Joshi Veraparambil, respected school manager. അങ്ങനെ മേരി മിസ്സിൻ്റെ ഒരു വെൽക്കം സ്പീച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ KG സെക്ഷൻ LKGയിലെ കുട്ടികളുടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് 2-3 പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ ഈ കലാപരിപാടികളൊക്കെ തുടങ്ങിയത്. അതായത് നമ്മുടെ ഇവരുടെ ഗ്രാജുവേഷൻ സെറിമണി കറക്റ്റ് സ്റ്റാർട്ടായത് കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു. നെക്സ്റ്റ് കുട്ടികൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിരുന്നു ഞങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത്. അതായത് ഒരു 6-7 കുട്ടികളുണ്ടായിരുന്നു. അവർ ഓരോരുത്തരും വന്ന് അവർ KG സെക്ഷനിൽ എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് അവർ അച്ചീവ് ചെയ്തത് എന്നൊക്കെ ഉള്ളത് പറയുന്നതായിരുന്നു. എല്ലാം കഴിഞ്ഞ് അങ്ങനെ അവസാനം നമ്മുടെ ഗ്രാജുവേഷൻ സെറിമണി തുടങ്ങുകയായി. കുട്ടികളുടെ അടുത്തൊരു ക്യാൻഡിൽ കൊടുത്തിട്ട് ഫസ്റ്റ് തന്നെ പ്രെയർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അപ്പൂസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ബദ്രിക്കാണ് കേട്ടോ. അവനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പൂസിൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെയൊക്കെ മാത്രം എടുത്തെടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അപ്പൂസിൻ്റെ വേറൊരു ഫ്രണ്ടാണ് കേട്ടോ, പ്രണവരാജ് എന്നാണ് പേര്. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവനെ കൂട്ടിക്കൊണ്ടുവന്നു. എനിക്ക് ഏറ്റവും സങ്കടം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൻചേട്ടൻ ഇല്ലാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ആഴ്ച കണ്ണൻചേട്ടൻ ഇവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരുമിച്ചൊക്കെ പ്ലാൻ ചെയ്തതാണ് ഇത് അപ്പൂസിൻ്റെ ഈ ഒരു പരിപാടിക്ക് കണ്ണൻചേട്ടനായിട്ട് പോകാമെന്നുള്ളത്. പക്ഷേ
യുദ്ധം അവരെയും എഫക്റ്റ് ചെയ്തു. പോളണ്ടിൽ കിടക്കുന്ന കണ്ണഞ്ചേട്ടനും വരാൻ പറ്റാതെയായി. ടിക്കറ്റ് എടുത്തു, ക്യാൻസലായി. റീഷെഡ്യൂൾ കൊടുത്തു, അതും ക്യാൻസലായി. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു മിസ് ചെയ്യുന്നത് കൂടെയാണ്. എനിക്ക് ഇതിനൊക്കെ പോകുമ്പോഴും ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്. കണ്ണഞ്ചേട്ടനായിട്ട് വരാൻ പറ്റിയില്ലല്ലോ. എന്തായാലും അങ്ങനെ അപ്പൂസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കുറച്ച് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പൂസ് ഒന്നിനും പോസ്റ്റ് ചെയ്തില്ല. പിന്നീട് പാരൻസിന് ഇത് കുട്ടികളെ ഇങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ പിടിച്ചിട്ട് ഫോട്ടോസ് എടുക്കാനുള്ളൊരു സംഭവം കൂടി കിട്ടിയായിരുന്നു. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പാരൻസിൻ്റെയൊക്കെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണല്ലേ, ഇത്രയും ചെറുതിൽ കുഞ്ഞുങ്ങൾക്കും ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വലിയൊരു കാര്യമാണ്. പാരൻസിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അവർക്കും കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും എല്ലാ പാരൻസും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പാരൻസ് കൂടെ സ്റ്റേജിൽ കയറിയിട്ട് ആ ഒരു മൊമെൻറ്റ് അവരും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും അതും എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പാരൻസിനാണെങ്കിലും ഒക്കെ വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് എല്ലാ പാരൻസും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പ്രത്യേകം നമ്മുടെ വികാരിയച്ഛൻ എടുത്തു പറയുന്നുണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾ വരുന്ന ആ മൊമെൻറ്റിൽ എല്ലാ പാരൻസിൻ്റെയും ഫേസിലേക്ക് നോക്കിയപ്പോൾ അച്ഛൻ കണ്ടത് എല്ലാം ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പൂവുകളെ പോലെയാണ് പാരൻസിൻ്റെ ഫേസ് എന്നാണ് പറഞ്ഞത്. കാരണം എല്ലാവരും ഭയങ്കര കുഞ്ഞുങ്ങളെ ഡ്രസ്സിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ആ ഒരു ദിവസം ഇവിടെ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഫ്രണ്ട്സും അപ്പൂസിൻ്റെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഞാൻ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൂസിൻ്റെ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് സെൻറ്റ് ആൻസിൽ. പിന്നെ അപ്പോൾ അവരെയൊക്കെ ആയിട്ട് എപ്പോഴും ഈ ക്രിസ്മസ് വരുമ്പോഴും ഓണം വരുമ്പോഴും എന്ത് ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിലും അവരായിട്ടുള്ള ഫോട്ടോസൊക്കെ അപ്പൂസിനുണ്ട്. അപ്പോൾ അവരായിട്ടൊക്കെ കുറേ ഫോട്ടോസ് എടുത്തു. അപ്പൂസും ഹാപ്പിയായി. അപ്പൂസിൻ്റെ ക്യാപ്പും ആ ഡ്രസ്സൊക്കെ അഴിച്ചു. അത് മിസ്സിന് കൊണ്ടേ കൊടുക്കുകയാണ്. ഇതാണ് അപ്പൂസിൻ്റെ ക്ലാസ് ടീച്ചർ, UKGയിലത്തെ സ്മിത മിസ്സ്. അതുപോലെ തന്നെ LKGയിൽ പഠിപ്പിച്ച ജാസ്മിൻ മിസ്സും ഉണ്ടായിരുന്നു. അവൻ്റെ ഫേവറേറ്റ് ടീച്ചറാണ് ജാസ്മിൻ മിസ്സ്. അപ്പോൾ അത് അവിടെ നിന്ന് കിട്ടിയ മഞ്ചൊക്കെ തിന്നാനുള്ള ഒരു ധൃതിയിലാണ്. എങ്ങനെയെങ്കിലും ആ ഡ്രസ്സൊക്കെ ഒന്ന് കൊടുത്ത് മഞ്ച് തിന്നാൽ മതി എന്നും പറഞ്ഞിട്ടാണ് അപ്പൂസ് ഇരുന്നത്. അപ്പോൾ അപ്പൂസിൻ്റെ 2 വർഷത്തെ പഠിത്തവും ഈ യൂണിഫോമും ഒക്കെ കഴിയാണ്. ഇനിയിപ്പോൾ 1ാം ക്ലാസ്സിൽ ആവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും, അമ്മ ഞാൻ എപ്പോഴാണ് 1ാം ക്ലാസ്സിലാവണേ. കുറേ പെൻസിൽസൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൂസ് 1ാം ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ കുറേ കുട്ടികൾ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സർട്ടിഫിക്കറ്റൊക്കെ പിടിച്ചിട്ട് ഇത് കണ്ടില്ലേ, ഇവിടെയും ഫോട്ടോസിന് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അപ്പൂസ് മാത്രം മിഠായി തിന്നണതിൻ്റെ ആ ഒരു ധൃതിയിലൊക്കെ ആയതുകൊണ്ടിട്ട് അവന് ഫോട്ടോസിനൊന്നും പോസ് ചെയ്യാനുള്ള ഒരു ക്ഷമ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പയ്യെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നിട്ട് വീട്ടിലേക്ക് പോയി.